മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, ജാൻമണിയെ അറസ്റ്റ് ചെയ്തിട്ട് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് പുറത്തേക്ക് വിട്ടു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. എന്നിട്ട് എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? അല്ല, ഇത് ട്രാപ്പ് അല്ല. ഞാൻ CJP പ്രൊട്ടസ്റ്റിൽ പോയി പങ്കെടുത്തത് റിവെഞ്ച് ആണ്, എനിക്ക് മനസ്സിലായി. എന്താ ഈ പറയുന്നത്? CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തത് അതിനുള്ള പ്രതികാരമാണ് എന്നോട് തീർത്തത് എന്നാ ജാൻമണി പറയുന്നത്. ആരാ ഈ പ്രതികാരം നടത്തിയത്? നിങ്ങൾ ഇതും കൂടി ഒന്ന് കേട്ടു നോക്കൂ. പോലീസിക്ക് ചോദിക്കുന്ന കാര്യങ്ങളും എന്നെ ചോദിച്ച് അറിയുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞ്. പക്ഷേ കേരള പോലീസിക്ക് obviously they are very educated, they know how to handle it. They asked me all details one by one, so I have given every details. നിങ്ങൾ കേട്ടില്ലേ? എഡ്യൂക്കേറ്റഡ് പോലീസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കേരള പോലീസ് വളരെ വലിയ നല്ല രീതിയിലാണ് പോലീസിനെ കുറിച്ച് ഈ ജാൻമണി പറയുന്നത്. അപ്പോ ആരാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? കേരള പോലീസ് അല്ലേ? കോൺഗ്രസിന്റെ പോലീസ് അല്ലേ? UDFന്റെ പോലീസ് അല്ലേ? ഇവർ നിങ്ങളോട് എന്തിനു പ്രതികാരം നടത്തണം? CJP പ്രൊട്ടസ്റ്റില് പങ്കെടുത്തതിനോ? അല്ല, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ നിങ്ങൾ അപമാനിച്ചോ? പ്രധാനമന്ത്രിയെ നിങ്ങൾ അപമാനിച്ചോ? അതിന്റെ പേരിലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളോട് അവർ നന്നായിട്ട് വളരെ വലിയ നല്ല രീതിയിലൊക്കെ പെരുമാറുന്നത്, നിങ്ങളെ ഫോണിൽ വിളിച്ച് അവിടേക്ക് വരുത്തിയത്, നിങ്ങളെ സ്വീകരിച്ച് അവിടേക്ക് എത്തിച്ചതൊക്കെ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ടാ. ഇവിടെ TG മോഹൻദാസിനെ കേരള പോലീസ് ഏത് രീതിയിലാ CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തില് അറസ്റ്റ് ചെയ്തത്? 2.5 മണിക്കൂറോളം വന്ധ്യവയോധികനായിട്ടുള്ളൊരു വ്യക്തിയുടെ, കേരളത്തിലെ ഒരുപാട് ആളുകൾ പിന്തുണക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ വീട്ടിൽ 2.5 മണിക്കൂർ പോലീസ് റെയ്ഡാ. ഒന്ന് ഫോണിൽ വിളിച്ചാൽ ആ വന്ധ്യവയോധികൻ TG മോഹൻദാസ് ഏത് പോലീസ് സ്റ്റേഷനിലേക്കും നേരിട്ട് വരുമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞിട്ടിട്ട് അറസ്റ്റ് ചെയ്തു. ഈ ജാൻമണിയെ വിളിച്ച് വരുത്തിയിട്ട് അവരിറങ്ങിയിട്ട് തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ലാഘവത്തോട് കൂടിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വീണ്ടും അഹങ്കാരത്തിൽ ഈ പ്രധാനമന്ത്രിയെ അപമാനിച്ച വിഷയത്തിൽ വീണ്ടും എന്തൊക്കെയായി പറഞ്ഞത് എന്നൊന്ന് കേട്ടു നോക്കൂ. ഹിന്ദി വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കറക്റ്റ് ഒരു ഹിന്ദി വീഡിയോയില് അത് മലയാളം വേർഷൻ ആണ്. ഞാൻ അത് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു. പക്ഷെ അത് ജാൻമണിയുടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയി പോയി. എനിക്ക് 2 ദിവസം ആ ദിവസം എനിക്ക് ഒന്നും അറിയത്തില്ല. ദിയാസ് തന്നെ എനിക്ക് അയച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് മാത്രം എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പം തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞത് ഇതാ ഞാൻ പറഞ്ഞ വാക്കല്ല, ഓൾറെഡി നിങ്ങൾ എന്നെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. ദാറ്റ് ഈസ് നോർത്ത് ഇന്ത്യയിലെ നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടില്ലേ? നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയൊക്കെ വീഡിയോ ഉണ്ട്. ഞാൻ അത് അതേപോലെ മലയാളത്തിലേക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതേപോലെ എന്തൊക്കെയായി പറയുന്നത്? പ്രധാനമന്ത്രിയുടെ മാതാവിനെ അധിക്ഷേപിച്ചിട്ട്, പ്രധാനമന്ത്രിയെ തന്നെ അപമാനിച്ചിട്ട്, അതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താൻ വിളിച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് വീണ്ടും പറയാ, ഉത്തരേന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയൊക്കെ. അത് ഞാൻ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടല്ലേ? നിങ്ങൾ വിളിച്ചു പറഞ്ഞതൊക്കെ മലയാളികൾ ഒന്നടങ്ങ് കണ്ടു കഴിഞ്ഞു. എന്നിട്ടും അതിലൊരു മാപ്പ്, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ എന്തു പറഞ്ഞാലും കേരളത്തിൽ ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടല്ലേ ഇത്തരം ആളുകൾ ഇപ്പോഴും ഇത്തരം കാര്യങ്ങളുമായിട്ട് ഉറച്ചു നിന്നൊക്കെ മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അതൊരു BJPക്കാർക്ക് മാത്രമോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ എതിർക്കുകയോ ചെയ്യേണ്ട ഒരു സംവിധാനമല്ല. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും കൃത്യമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രധാനമന്ത്രിയോട് ബഹുമാനത്തിൽ, അത് ഈ രാജ്യത്തോട് ഓരോ പൗരനും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ പെട്ടതാ. പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നത് ഈ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യം. ഈ വിഷയത്തില് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഈ ഒരു അറസ്റ്റ് എങ്കിലും നടന്നത്? മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ്, അതേപോലെ തന്നെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ C നായർ, ഇവരൊക്കെ പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് ഒരു പരാതി കൊടുത്തു. ഒരു പരാതിയല്ല, 192 പരാതികൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും പോലീസ് സ്റ്റേഷനുകളില് ഈ ശ്രീജ C നായരുടെ നേതൃത്വത്തില് വലിയ രീതിയിൽ പരാതി കൊടുപ്പിച്ചു. എന്നിട്ട് ആകെ ഒരു കേസ് എടുത്തത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റ് നടക്കുന്നത്.
സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയണോ, നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ച വിഷയത്തില്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ അധിക്ഷേപിച്ച വിഷയത്തില് മഹിളാ മോർച്ച കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ കേസ് കൊടുത്തിട്ടും ഒരൊറ്റ സ്ഥലത്താ കേസ്. അതേസമയം TG മോഹൻദാസിനെതിരെ ആരാ പരാതി കൊടുത്തത്? ഏതെങ്കിലും ഒരു സംഘടനയുടെ, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ, കേരളത്തിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവരെ, രാജ്യത്തെ പ്രതിപക്ഷത്തുള്ള ആളുകളാണോ ഒരു പരാതി കൊടുത്തല്ല? ഏതോ ഒരാൾ പോയിട്ട് ഒരു പരാതി കൊടുത്തപ്പോഴേക്കും നടപടിയാണ്. ഇവിടെ 192 പോലീസ് സ്റ്റേഷനുകളിൽ ജാൻമണിക്കെതിരെ മഹിളാ മോർച്ച മാത്രം പരാതി കൊടുത്തിട്ടുണ്ട്. കേസെടുത്തത് കോഴിക്കോട്. ഇത് സകല ആളുകൾ തിരിച്ചറിയേണ്ടതാണ്. TG മോഹൻദാസിനെ വേട്ടയാടി രാത്രി വന്ന് അറസ്റ്റ് ചെയ്തിട്ട് ജാൻമണി വന്നതുപോലെയല്ല. TG മോഹൻദാസിന്റെ വീട് വളഞ്ഞു, അവിടെ 2.5 മണിക്കൂറോളം റെയ്ഡ് നടത്തി. അതിനുശേഷം ആ വന്ധ്യവയോധികരെ ഉറക്കം പോലും ഇല്ലാതെയാക്കിയിട്ട്, നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാ, എന്തോ കൊടും ക്രിമിനലിലേക്ക് പൊക്കുന്ന ഒരു പ്രതീതി കേരളത്തിലുടനീളം ഉണ്ടാക്കി. അതിനാണ് 2.5 മണിക്കൂർ സകല മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടാൻ കേരള പോലീസ് നെറികേട് ചെയ്തു, കാത്തിരുന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി രാവിലെ വരെ. എന്നിട്ട് രാവിലെ കോടതിയിലേക്ക് ഹാജരാക്കിയില്ല. പോലീസിനറിയായിരുന്നു ഹാജരാക്കിയാൽ ജാമ്യം കിട്ടുന്നത്. ഹാജരാക്കിയില്ല. വൈകിട്ട് വരെ ഇരുത്തിപ്പിച്ചു. വൈകിട്ടാണ് കോടതിയിലേക്ക് ഹാജരാക്കുന്നത്. അതിനുശേഷം ജാമ്യം കിട്ടിയത്. അതേ സമയത്ത് ജാൻമണി തിയേറ്ററിലേക്ക് വരുന്ന ലാഘവത്തോടു കൂടി വരുന്നു. അവിടെ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സിനിമാ നടന്മാർ സിനിമയെ കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നത് പോലെ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട്. നമ്മുടെ കേരളത്തിലെ ഇരട്ട നീതിയാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മറ്റൊരു സംസ്ഥാനത്തുള്ള ഒരു വ്യക്തിയൊക്കെ ഇവിടെ എത്തിയിട്ട് പ്രധാനമന്ത്രിക്കെതിരെ പറയുന്നതിലൊക്കെ ഇവിടെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നത്? ഒരൊറ്റ കാരണമല്ല, ഈ കേരളത്തില് പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ പറഞ്ഞാൽ ഇവിടെ എന്തോ സംഭവമാണ് എന്നുള്ളൊരു പ്രതീതി കേരളത്തിൽ ഉടനീളം ഇവിടെ സകല മോദി വിരുദ്ധർ, സുഡാപ്പികള്, ജിഹാദികള്, മൗദൂദികള്, ഇവിടെ UDF, LDF ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തും പ്രധാനമന്ത്രിക്കെതിരെ പറയാന്ന്. പിന്നെ ഇവര് പറഞ്ഞല്ലോ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെ വീഡിയോ ഇറക്കിയെന്നൊക്കെ. ആ ഇറക്കിയവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നോ ആവോ എന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആരപമാനിച്ചാലും അത് അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാ. പിന്നെ ഏതൊരു വ്യക്തിയുടെയും മാതാവിനെയൊക്കെ പറയുന്നത് എത്ര ക്രൂരതയാ. ഒരു ബോധമുള്ള ഒരു മനുഷ്യന്, വിവേകമുള്ള ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ മാതാവിനെ കുറിച്ച് എന്തെങ്കിലും പറയൂ? അതിവിടെ സുഡാപ്പികളൊക്കെ പറയുന്ന ഒരു രീതിയല്ലേ? അതിവിടെ നിലവാരമില്ലാത്ത ആളുകൾ പറയുന്ന ഒരു രീതിയല്ലേ? ഇതൊക്കെ സകല വിവേകമുള്ള മലയാളികളും തിരിച്ചു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ അപമാനിച്ചിട്ടുള്ള ജാൻമണിയെ പോലീസ് ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു? അതേ സമയം കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തില് TG മോഹൻദാസിനോട് എത്രത്തോളം ക്രൂരത ചെയ്തു? ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയുക.